ഹലോ ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ജൂനിയർ ജിയോ ഫിസിക്സ് എക്സാമിൻ്റെ സിലബസാണ്. നമുക്കറിയാം, ഈ ഒരു എക്സാം നടത്തുന്നത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ ഒരു എക്സാം നടത്തുന്നത്. ഈ ഒരു എക്സാമിൻ്റെ ഡേറ്റ് ഇപ്പം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 24/10/2025 എക്സാം ഡേറ്റ്. അപ്പോൾ നമുക്കിതിൻ്റെ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പരിചയപ്പെടാം. ഈ ഒരു എക്സാം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MSc ജിയോ ഫിസിക്സ് അല്ലെങ്കിൽ MSc ഫിസിക്സ് ആണ്. അപ്പം ഈ ഒരു വന്നിരിക്കുന്ന സിലബസ് ഓൾമോസ്റ്റ് MSc ജിയോ ഫിസിക്സിസ്റ്റ് അല്ലെങ്കിൽ MSc ജിയോ ഫിസിക്സ് സിലബസിനോട് ഫെമിലർ ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാ കോർ റീജിയണും കവർ ചെയ്യുന്ന രീതിയിലാണ് സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിലബസിൽ ടോട്ടൽ 8 മൊഡ്യൂൾസ് ആണുള്ളത്. കറക്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ല വെയിറ്റേജ് ഫോർ ഈച്ച് മൊഡ്യൂൾ പെർട്ടിക്കുലറായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ മൊഡ്യൂളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് മൊഡ്യൂൾ ബേസിക് ഗ്രൗണ്ട് വാട്ടർ ജിയോ ഫിസിക്സ്. ബേസിക് ഗ്രൗണ്ട് വാട്ടർ ജിയോ ഫിസിക്സ് ഈ ഒരു എക്സാം നടത്തുന്നത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക് ഗ്രൗണ്ട് വാട്ടർ ജിയോ ഫിസിക്സ് ആണ് ഫസ്റ്റ് മൊഡ്യൂൾ. ഈ ഒരു മൊഡ്യൂളിൻ്റെ മാർക്ക് വെയിറ്റേജ് എന്ന് പറയുന്നത് 12 മാർക്കാണ് ഈ ഒരു മൊഡ്യൂളിൻ്റെ വെയിറ്റേജ്. ഈ ഒരു മൊഡ്യൂളിൽ ബേസിക്കായിട്ട് കവർ ചെയ്യുന്നത് ഹൈഡ്രോളജി സൈക്കിൾ, ഒറിജിൻ ആൻഡ് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ occurrence, classification of rock with respect to their water bearing characteristics, aquifer, aquiclude, aquitard, aquefuge and classification of aquifers, multi-layered aquifers, aquifer characteristics and parameter, Darcy's law and its validity, hydrogeochemistry, characteristics of groundwater classification and classification of groundwater in domestic irrigation and industrial uses, pollution of groundwater. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ഗ്രൗണ്ട് വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇതിൽ മെയിനായിട്ട് ഈ ഒരു ഡാർസീസ് ലോ, ആ ഗ്രൗണ്ട് വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ലോ ആണ് ഡാർസീസ് ലോ. അപ്പം ഗ്രൗണ്ട് വാട്ടർ പ്രോപ്പർട്ടീസും അതുപോലെ റോക്ക് ലെയേഴ്സിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. Coming to second module is solid earth geophysics. സോളിഡ് എർത്ത് ജിയോ ഫിസിക്സ് എന്ന് പറയുന്നത് നമ്മൾ എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി പഠിക്കുന്ന ഒരു ജിയോ ഫിസിക്സിൻ്റെ ബ്രാഞ്ചാണ് സോളിഡ് എർത്ത് ജിയോ ഫിസിക്സ്. അതായത് നമ്മൾ എർത്തിൻ്റെ സൈസ്, ഷേപ്പ് അങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഗ്രാവിറ്റി റിലേറ്റഡ് ഐസോസ്റ്റസി, പിന്നെ അതുപോലെ തന്നെ ഇൻറ്റേർണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എർത്ത്, അതുപോലെ തന്നെ എർത്തിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട്, അതിനെ പറ്റിയിട്ടൊക്കെ ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിലാണ് പഠിക്കുന്നത്. അതുകൂടാതെ എർത്തിൻ്റെ മാഗ്നറ്റിക് നേച്ചറും സെക്കൻഡ് മൊഡ്യൂളിലാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹീറ്റ് ഫ്ലോ, തെർമൽ ഹിസ്റ്ററി ഓഫ് എർത്ത്, സോഴ്സസ് ഓഫ് ഹീറ്റ് ജനറേഷൻ ആൻഡ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇൻസൈഡ് ദ എർത്ത്. ഈ ഒരു മൊഡ്യൂളിന് ടോട്ടൽ വരുന്നത് 14 മാർക്സ് ആണ്. ഇനി തേർഡ് മൊഡ്യൂൾ ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് പ്രോസ്പെക്റ്റിംഗ്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്
ജിയോഫിസിക്കൽ പ്രോസ്പെക്റ്റിംഗ് മെത്തേഡ്സ് ആണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത്. ജിയോഫിസിക്കൽ പ്രോസ്പെക്റ്റിംഗ് മെത്തേഡ്സിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് പ്രോസ്പെക്റ്റിക്സ് ആണ് തേർഡ് മൊഡ്യൂളിൽ പറയുന്നത്. ഈ ഒരു മൊഡ്യൂൾ ക്യാരി ചെയ്യുന്നത് 14 മാർക്സ് ആണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ബേസിക്കായിട്ട് റെസിസ്റ്റിവിറ്റി എന്താണ്, റെസിസ്റ്റിവിറ്റി മെത്തേഡ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യുന്നത് ജിയോഫിസിക്കൽ പ്രോസ്പെക്റ്റിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഇലക്ട്രിക്കൽ മെത്തേഡ്സ് ആയിട്ടുള്ള റെസിസ്റ്റിവിറ്റീനെ പറ്റിയൊക്കെ എന്ത് ചെയ്യുന്നു ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് തിയററ്റിക്കലായിട്ട്. അതിന് പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു ജിയോഫിസിക്കൽ പ്രോസ്പെക്റ്റിംഗ് മെത്തേഡ്സിൽ പറയുന്നത്. അതിൻ്റെ വാരിയസ് മെത്തേഡ്സാണ് തേർഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇലക്ട്രിക്കൽ മെത്തേഡ്സ്, അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് മെത്തേഡ്സ്, അതുപോലെ തന്നെ പോളറൈസേഷൻ മെത്തേഡ്സ് ഒക്കെയാണ് ഈ തേർഡ് മൊഡ്യൂളിൽ പറയുന്നത്. കമ്മിങ് ടു ഫോർത്ത് മൊഡ്യൂൾ സീസ്മിക് മെത്തേഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ജിയോഫിസിക്കൽ പ്രോസ്പെക്റ്റിംഗ് മെത്തേഡ്സ്. ജിയോഫിസിക്കൽ പ്രോസ്പെക്റ്റിംഗ് മെത്തേഡ്സിൽ വരുന്ന ഒരു മെത്തേഡാണ് സീസ്മിക് മെത്തേഡ്. സീസ്മിക് മെത്തേഡാണ് നമ്മൾ എർത്ത് ക്വേക്ക് റിലേറ്റഡ് സ്റ്റഡീസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം സീസ്മിക് മെത്തേഡ്സിനെ പറ്റിയിട്ടും അതുപോലെ ഒറിജിൻ ഓഫ് എർത്ത് ക്വേക്കിൻ്റെ സ്കെയിൽ മെഷർ ചെയ്യുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫോർത്ത് മൊഡ്യൂളിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ സീസ്മിക് വേവ്സിനെ പറ്റിയിട്ട് പഠിക്കുകയാണെങ്കിൽ അവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വേവ്സ് ഉണ്ട്. സർഫസിൽ മാത്രം, അതായത് എർത്തിൻ്റെ സർഫസിൽ മാത്രം ആക്ട് ചെയ്യുന്ന വേവ്സിനെ നമ്മൾ സർഫസ് വേവ് എന്നും, അതുപോലെ തന്നെ ഇൻറ്റീരിയർ പാർട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന വേവ്സിനെയാണ് നമ്മൾ ബോഡി വേവ്സ് എന്ന് പറയുന്നത്. അങ്ങനെ വേവ്സിൻ്റെയൊക്കെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളും എർത്ത് ക്വേക്കിൻ്റെ സ്റ്റഡീസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ്, സീസ്മിക് മെത്തേഡ്. ഈ ഒരു മൊഡ്യൂളിലും 14 മാർക്സ് ആണ്. മൊഡ്യൂൾ 5 ഗ്രാവിറ്റി ആൻഡ് മാഗ്നറ്റിക് മെത്തേഡ്. ഈ ഒരു മെത്തേഡിൽ നമുക്കറിയാം എർത്തിൻ്റെ ഗ്രാവിറ്റി ആൻഡ് മാഗ്നറ്റിക് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എർത്തിൻ്റെ ഗ്രാവിറ്റീനെ പറ്റി സ്റ്റഡി ചെയ്യാനും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റി സ്റ്റഡി ചെയ്യാനും യൂസ് ചെയ്യുന്ന മെത്തേഡ്സിനെ പറ്റിയിട്ടാണ് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 14 മാർക്സ് ആണ്. ഇനി 6th മൊഡ്യൂൾ റേഡിയോമെട്രിക് മെത്തേഡ്സ്, ഹാഫ് ലൈഫ്, ഡീകേ കോൺസ്റ്റൻറ്റ്, റേഡിയോ ആക്റ്റീവ് ഇക്വിലിബ്രിയം, ആപ്ലിക്കേഷൻ ഓഫ് റേഡിയോമെട്രിക് മെത്തേഡ്സ്, GM കൗണ്ടർ, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഡിസ്പോസൽ, സെമി കണ്ടക്ടർ ഡിവൈസസ് എക്സെട്ര. ഈ ഒരു റേഡിയോമെട്രിക് മെത്തേഡ്സ് ഫിസിക്സുകാർക്ക് കുറച്ചൊക്കെ ഫെമിലിയർ ആയിരിക്കും. കാരണം നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സിൽ പഠിക്കുന്ന ടേംസ് ആണ് ഹാഫ് ലൈഫ്, ഡീകേ കോൺസ്റ്റൻറ്റ്, അതൊക്കെ. അതുപോലെ തന്നെ GM കൗണ്ടറൊക്കെ നമ്മൾ MSCയിൽ എക്സ്പെരിമെൻ്റൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ജിയോഫിസിക്സിൽ വരുന്നതെന്നാണ് ഈ ഒരു റേഡിയോമെട്രിക് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഈ ഒരു മൊഡ്യൂൾ. ഈ ഒരു മൊഡ്യൂളിൻ്റെ മാർക്ക് വെയിറ്റേജ് എന്ന് പറയുന്നത് 8 മാർക്സ് ആണ്. നെക്സ്റ്റ് 7th മൊഡ്യൂൾ വെൽ ലോഗിംഗ് ടെക്നിക്. ഇത് നമ്മൾ നേരത്തെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് മെത്തേഡ്സ് പറഞ്ഞതുപോലെ തന്നെ വരുന്ന മെത്തേഡ്സ് ആണ്. ഇലക്ട്രിക് ലോഗിങ്ങും റേഡിയേഷൻ ലോഗിങ്, മിസലേനിയസ് ലോഗിങ് ടെക്നിക്സ്. ഈ ഒരു മൊഡ്യൂളിന് വരുന്നത് ടോട്ടൽ 12 മാർക്സ് വെയിറ്റേജ് ആണ്. നെക്സ്റ്റ് 8th മൊഡ്യൂൾ റിമോട്ട് സെൻസിങ് ആൻഡ് GIS, ഫണ്ടമെൻ്റൽസ് ഓഫ് റിമോട്ട് സെൻസിങ്, എനർജി സോഴ്സസ്, പ്രിൻസിപ്പിൾസ് ഓഫ് സോളാർ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ, ലോ ഓഫ് റേഡിയേഷൻ, എനർജി ഇൻ്ററാക്ഷൻ, സ്പെക്ട്രൽ പാറ്റേൺസ്, RS and GIS application in various earth science studies and allied topics, structure and tectonics, lithological mapping, mineral resources and natural hazards, and disastrous
മിറ്റിഗേഷൻ, അങ്ങനെ GISും റിമോട്ട് സെൻസിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ലാസ്റ്റ് മൊഡ്യൂളിൻ്റെ മാർക്ക് വെയിറ്റേജ് 12 മാർക്സ് ആണ്. അങ്ങനെ ടോട്ടൽ നമ്മൾ എക്സാം എന്ന് പറയുന്നത് 100 മാർക്കിൻ്റെ എക്സാമാണ്. ഇത്രയാണ് നമ്മൾ സിലബസ് ഡിസ്കഷനിൽ നമുക്ക് പറയാനുള്ളത്.